അമ്മയുടെ മോന് ഇങ്ങനൊരു ആപത്തുണ്ടായത് അമ്മ തന്നെ പറ. മോളെ എന്ത് ചെയ്തെന്ന്? നീ എന്നെ സഹായിക്കാനല്ലേ വന്നേ? നീ വന്നതുകൊണ്ട് സഞ്ജുവിനോ ഈ കുടുംബത്തിനോ എന്ത് ദോഷം സംഭവിക്കാന്? മോൾ ഈ കുടുംബത്തിലെ അംഗമല്ല. ഇവിടെയുള്ള ആരുമായും നിനക്ക് ഒരു ബന്ധവുമില്ല. മോൾക്കെങ്കിലും ആ കാര്യോർത്ത് സമാധാനിച്ചൂടെ? അമ്മ, ഞാൻ അമ്മയുടെ മോന്റെ ഭാര്യയാണ്. ഇഷ്ടമില്ലാത്തവരുടെ തലയിൽ ഓരോന്ന് കെട്ടിവെക്കാന് കവിത ശ്രമിക്കുന്നത്. അതിനിപ്പോ നീ ഒരു കാരണമായി. സഹായത്തിനൊരു കുട്ടി വന്ന് അത് കുടുംബദോഷമായി കാണുന്നവരോട് സഹതപിക്കാനല്ലേ പറ്റൂ. അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോൾ എന്തിനാ കരയുന്നു? എനിക്ക് പിറക്കാതെ പോയ മോളാ നീ. അമ്മ അങ്ങനെ കരുതുന്നതാ എനിക്ക് സങ്കടാവുന്നത്. അമ്മയുടെ മോനുണ്ടായ ആപത്തിന് ഞാനും കാരണാവില്ലേ? നീ എന്റെ ഭാഗ്യമല്ലേ മോളെ? 3 വട്ടം അത് തെളിയിച്ചു തന്നവളാ നീ. ഓരോ തവണയും നീ എവിടുന്നോ ഓടി വന്ന് എന്നെ സ്പർശിച്ചിട്ടാ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. എന്റെ ഭാഗ്യവാ. എന്റെ മോന്റെ ഭാഗ്യം കൂടിയല്ലേ അത്? നിന്റെ ആ ഭാഗ്യം കൊണ്ടാ വലുതായി വരേണ്ടിയിരുന്നത് എങ്ങനെ ഒഴിഞ്ഞു പോയത്. കൂടുതൽ പേര് മരണപ്പെട്ടെങ്കിലോ ആ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ അതിനായിരുന്നു സാധ്യത. സംഭവിക്കേണ്ടത് കഠിനമാണെങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ ദൈവാധീനമുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ കഴിയും. എന്റെ മോള് ദൈവാധീനമുള്ള കുട്ടിയാ. ഇപ്പൊ സംഭവിച്ചത് അങ്ങനെയാണെന്നേ അമ്മ കരുതൂ. വാ, സാരില്ല മോളെ. ഞാനോ എന്റെ മോനോ ഒരു കാലത്ത് നിന്നെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് മതിയായ അമ്മ. അമ്മയുടെ മുന്നില് മുഖം വെളിപ്പെടുത്താതെ എനിക്ക് പോയാ മതി. ഞാന് ആ സമയം കുറച്ച് മോശമായി പെരുമാറി. അത് പിന്നെ സിറ്റുവേഷൻ അതായി പോയി. പിന്നെ നിങ്ങളുടെ റെപ്യൂട്ടേഷനും അറിയാതെ പോയി. എന്റെ പിതാവിന്റെ സ്കൂൾ കൺസ്ട്രക്ട് ചെയ്തത് നിങ്ങളുടെ മുത്തച്ഛനാണ്, ഗംഗാധര പണിക്കർ. വക്കീൽ പറഞ്ഞാ ഞാനത് അറിയുന്നതന്നെ. താങ്ക് യു സർ. മരണപ്പെട്ട മുരുകന്റെ ഭാര്യ നിങ്ങൾക്ക് അനുകൂലമായ സ്റ്റേറ്റ്മെന്റാ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ തൊഴിലാളികളുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ബന്ധം എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ എന്റെ കക്ഷിക്ക് പോവാല്ലോ അല്ലേ? അതിനെന്താ, ബുദ്ധിമുട്ടിച്ചതിന് ഞാൻ സോറി പറയുന്നു. ഇറ്റ്സ് ഓക്കെ സർ. താങ്കളുടെ ഡ്യൂട്ടിയല്ലേ ചെയ്ത. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന താങ്കളുടെ ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാ സർ. ഇതിലൊന്ന് സൈൻ ചെയ്തിട്ട് പോയിക്കോളൂ. താങ്ക് യു സർ. നഷ്ടപ്പെട്ട ജീവന് വിലയിടാൻ കഴിയില്ലെങ്കിലും ആ കുടുംബം ഞാൻ രക്ഷിക്കാം. ഹോസ്പിറ്റലിലുള്ള എല്ലാ ലേബേഴ്സിനും അർഹമായ കോമ്പൻസേഷനും കൊടുക്കും. ഇത് ഭംഗിവാക്ക് പറയല്ലേ സർ. തൊഴിലാളികളാണ് എന്റെ അടുത്ത ബന്ധുക്കൾ. നിങ്ങൾക്ക് ആ മനസ്സുണ്ടെന്ന് എനിക്കറിയാം. മിസ്റ്റർ പണിക്കരുടെ പേരക്കുട്ടിയല്ലേ? മുത്തച്ഛനോട് എന്റെ പേര് പറഞ്ഞാൽ അറിയും. താങ്ക് യു സർ. ഞാൻ ഇപ്പോഴാ വിവരം അറിഞ്ഞത്. കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ശത്രുക്കളിലാരോ രാത്രി എന്തോ അട്ടിമറി ചെയ്തതാ. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നിങ്ങളുടെ ഈ അഭിനയമുണ്ടല്ലോ, അതെന്റെ അടുത്ത് വേണ്ട. മോൻ എന്നോട് തട്ടിക്കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്കായിരുന്നില്ലേ സൈറ്റിന്റെ മുഴുവൻ കൺട്രോളും? എന്ന് വെച്ച് രാത്രിയിൽ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും മോനെ? സൈറ്റ് മാനേജറുടെ ഡ്യൂട്ടിയല്ലേ അത്? ഒരു ശത്രുക്കൾ എനിക്ക് പുറത്തില്ല. എന്റെ ശത്രുക്കളെല്ലാം അകത്ത് തന്നെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് നഷ്ടം ഒന്നും വരില്ല. ഒരു സാധു മനുഷ്യന്റെ മരണവും 5 പേര് ജീവന് വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നതും നിങ്ങൾക്കൊരു വിഷയമല്ല. ഒരു കൊലപാതകയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയാ പോലീസ് എന്നെ കൊണ്ടുപോയത്. ഈ നേരം വരെ ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. സത്യമായിട്ട് അങ്കിൾ ഇതൊന്നും അറിഞ്ഞില്ല മോനെ. ഹലോ സഞ്ജു, മുരുകന്റെ ഭാര്യയും കുട്ടികളും വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് വരൂ. വരുന്നു. ആ മനുഷ്യന്റെ ജീവൻ എടുത്തത് നിങ്ങളാ. ഒരു കുടുംബം അനാഥമാക്കി. ഒരു പാവ സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെയും 2 പിഞ്ച് മക്കൾക്ക് അവരുടെ അച്ഛനെയും നഷ്ടപ്പെടുത്തി. എന്നിട്ടും ദയാദാക്ഷിണ്യ ലെവലേശം ഇല്ലാതെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? നിങ്ങൾ മനുഷ്യനല്ല, ദുരാർത്തി മൂത്ത ഒരു മനുഷ്യമൃഗം. എന്റെ ദൈവമേ, അതിന് ഞാനെന്ത് പഠിച്ചു? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ആ കെട്ടിടം പൊളിച്ചു തന്നു. അങ്കിള് നിരപരാധി ക്ഷമയൊന്നും വേണ്ട. ആ ഡീലർ മാത്യൂസ് വിവരങ്ങളെല്ലാം സഞ്ജുവിനെ ധരിപ്പിച്ചു. ഈ അവസരം മുതലെടുത്ത് അയാളുടെ കയ്യിൽ നിന്ന്
കാശടിച്ച് മാറ്റാൻ അങ്കിള് തരംതാണ് കളി കളിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അനാവശ്യം പറയരുത്. സഞ്ജു അവന്റെ വേദന കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാ ഞാനത് കേൾക്കും. വഴിയെ പോകുന്നവർക്കൊക്കെ കേറി മേയാനൊന്നും ദിനേശ് നിന്നിരുത്തില്ല. നിർത്ത്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ മിടുക്കൊണ്ടല്ല, എന്റെ അപ്പച്ചയെ ഓർത്തിട്ടാ. മോനെ സഞ്ജു, നീയാണോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ നിങ്ങളെ ഞാൻ കമ്പനിയിൽ കയറ്റിയത്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ചു. ഞാൻ മണ്ടനായതുകൊണ്ടൊന്നുമല്ല അങ്ങനെ ചെയ്തത്. എന്റെ അപ്പച്ചിക്ക് കൂടി അവകാശപ്പെട്ട കമ്പനിയല്ലേന്ന് കരുതി. പക്ഷെ നിങ്ങൾ ചെയ്തതേ കമ്പനിയെ തകർത്ത് കളയുന്ന ദ്രോഹം. വെറും 14% കമ്മീഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരില്ലായിരുന്നോ? ഒരു മനുഷ്യന്റെ ജീവനെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടുത്തായിരുന്നു. ആ മാത്യൂസ് കള്ളന മോനെ. മോൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇനിയൊരു അക്ഷരം നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് ചെലച്ചു പോരുത്. നിങ്ങളെപ്പോലൊരു വൃത്തികെട്ട മനുഷ്യൻ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. നീ നിന്റെ അപ്പച്ചിയുടെ ഭർത്താവിനെ പറ്റിയാ പറയുന്നത്. വെറുതെ വലിഞ്ഞു കയറി വന്നവനൊന്നുമല്ല ഞാൻ. ശരിയാ, എന്റെ മുത്തച്ഛൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്റെ അപ്പച്ചിയുടെ ജീവിതം ഒരു ദുരന്തമായിപ്പോയി. പാമ്പിനെ നോവിച്ചിരിക്കുന്നത്. വെറും പാമ്പല്ല നിങ്ങള്, പതിയിരുന്ന് കൊത്തുന്ന വിഷപ്പാമ്പാ. ഇനി ഈ കമ്പനിയിലെ നിങ്ങളെ കണ്ടുപോരുത്. കടന്നു പോയിന്റെ മുന്നിന്ന്. ഗെറ്റ് ലോസ്റ്റ്. പിന്നെ ദിനേശിന്റെ മേൽനോട്ടത്തിൽ പണിത ബിൽഡിംഗ് തന്നെയാ തകർന്നത്. അതിന്റെ ഉത്തരവാദിത്വം ദിനേശിന് ഇല്ലാതിരിക്കോ? എല്ലാരും കൂടി എന്റെ കുട്ടിയുടെ മനസ്സമാധാനം തകർത്തു. നീ അതുവിധം പറഞ്ഞ് സഞ്ജുവിനെ വിഷമിപ്പിക്കരുത്. മുത്തച്ഛ, ഓനെ മുത്തച്ഛ, നടക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു മുത്തച്ഛ. ഇതുവരെയുള്ള നമ്മുടെ സൽപ്പേരിന് ഞാനായിട്ട് കളങ്കം ഉണ്ടാക്കി. മുത്തച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇതൊരു പരീക്ഷണമാണെന്ന് നീ കരുതിയാ മതി. നീ തളർന്നു പോകരുത്. നമ്മുടെ സൈറ്റിൽ മാത്രമല്ലല്ലോ സഞ്ജു ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. അപകടം മാത്രമേ എഴുതി തള്ളാൻ പറ്റൂ അപ്പച്ചി. സഞ്ജുവിന്റെ പേരാ കളങ്കപ്പെട്ടത്. ഈ കമ്പനിയെ ഇനി ആര് വിശ്വസിക്കും? തുടങ്ങി വെച്ച പല പ്രോജക്ടുകളെ ഇത് ബാധിക്കും. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആരൊക്കെയോ ഒരു ചെറുപ്പക്കാരനെ കരുവാക്കി. എനിക്കതേ പറയാനുള്ളൂ. മോനെ, നമ്മുടെ സമയദോഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ദിനേശേട്ടൻ മടങ്ങി വന്നില്ല സഞ്ജു. എനിക്കറിയില്ല അപ്പച്ചി. അത് ദിനേശേട്ടൻ നോക്കി സൈറ്റ് ആയിരുന്നല്ലോ. സഞ്ജു വഴക്കു വല്ലതും പറഞ്ഞോ? ദിനേശേട്ട എവിടെയായിരുന്നു ദിനേശേട്ട ഇതുവരെ? ഞാൻ എവിടെ ആയാലും ഇവിടെ ഉള്ളവർക്ക് എന്താ? ദിനേശേട്ടൻ പറയുന്നത് കേക്ക്. മോനൊന്ന് ഫ്രഷ് ആയിട്ട് വാ. കുറച്ചു നേരം ഒന്നിച്ചിരിക്കുമ്പോ മനസ്സിന്റെ ഭാരം കുറയും. ചെല്ലേ. ഇങ്ങനെ തളർന്ന് ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ശപിക്കപ്പെട്ട ഒരു ദിവസം തന്നെ. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഇവിടെ ഉണ്ടുറങ്ങി ആരുടെയും അടിമയായിട്ട് കഴിയാനൊന്നുമല്ല. ദിനേശ് എന്നെ ആരെവിടെ അടിമയെ കാണുന്നത്? അങ്ങനെ ഒരു ധാരണ തന്നെ ഇവിടെ പലർക്കും. ദിനേശനെ കള്ളച്ചോറുണ്ട് സുഖിച്ച് ജീവിക്കുകയാണെന്ന് ഇവിടെ പലർക്കും ഒരു തോന്നലുണ്ട്. ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ജോലിയും ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ തന്നെയാണ് ഞാൻ. എന്നോട് മോശമായിട്ട് സംസാരിക്കാനും ശാസിക്കാനും അവനാരാ? ഇതാണോ കുടുംബക്കാരുടെ സംസ്കാരം? അല്ല, എന്നാമ ഇത്രയ്ക്ക് വളർന്നത്? വിഷമം കൊണ്ടാവും സഞ്ജു എന്തെങ്കിലും പറഞ്ഞത്. ദിനേശനല്ലേ അവനോട് ക്ഷമിക്കേണ്ടത്. ക്ഷമിക്ക് ദിനേശേട്ടാ. അവൻ എന്റെ അങ്കിളോ ഞാൻ അവന്റെ അങ്കിളോ? അവനെക്കാളുവേ കുറെ ലോകം കണ്ടവനാ ദിനേശൻ. ദിനേശൻ കണ്ട ലോകമൊന്നും അവൻ കണ്ടിട്ടില്ല. ഒന്ന് പതുക്കെ പറ. ആരെയാണ് ഞാൻ പേടിക്കേണ്ടത്? എനിക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. മൂക്കിന് താഴെ മീശ വച്ചിരിക്കുന്നതേ ഞാൻ ആണായതുകൊണ്ടാ. ആരുടെയും ചെരുപ്പഴിച്ച് ജീവിക്കേണ്ട ഗതിയോടൊന്നും നാളിന്നുവരെ ദിനേശനുണ്ടായിട്ടില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞു വന്നടി ഞാൻ. കുലം മുടിപ്പിക്കാനായിട്ട് ഇതുപോലൊരു ജന്മം എങ്ങനെയാ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞത്? ദൈവമേ, നീ വന്നോടാ നായേ, നീ കണ്ടോടാ
ഞാൻ ആ തള്ളെ കൊല്ലുന്നേ? പറയടാ. ചവിട്ടി കൊല്ലടാ കുടിച്ചു പട്ടിയെ. ഇവനെ ഞാൻ അന്നേരെ തീർത്തലേ നോക്കിയതാ. നീ ഒന്നും സമ്മതിച്ചില്ലല്ലോ. പറയടാ. അയ്യോ നീ പറയടാ. നീ കണ്ടോ നീ എന്റെ തലയില് കൊലക്കുറ്റം വെച്ചു വരും അല്ലടാ? അതിനു മുമ്പ് നിന്നെ ഞാൻ തീർക്കൂടാ. ഇനി എന്നെ തല്ലിയ ഞാനും തിരിച്ചു തല്ലും. മുത്തശ്ശിയെ കൊന്നത് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണോ പോലീസ് എന്നെ കൊണ്ടുപോയത്? അർജുനേട്ടന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് വന്ന് ആരെങ്കിലും ഇത് ചെയ്തെങ്കിലോ? രക്ഷപ്പെടാനുള്ള അവന്റെ അടവാ അർജുൻ. അവന്റെ മറ്റേക്കാലും ചവിട്ടി ഓടിക്കണം. പുറത്ത് വലിച്ചെറിഞ്ഞേക്കവനെ. നീ എന്നെ തല്ലുന്നത് കൂടി എനിക്കൊന്ന് കാണണോടാ. അമ്മേ അയ്യോ വേണ്ട അർജുനേട്ടാ. എനിക്കിതൊന്നും കാണാൻ വയ്യ ദൈവമേ. മതി നിർത്ത്. ഇനി നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നറിഞ്ഞ ഒന്നുകളയും നിന്നെ. എനിക്കിങ്ങനെ ഒരു മോനില്ലെന്ന് മുമ്പേ ഞാൻ തീരുമാനിച്ചതാ. എടുത്ത് പുറത്തേക്ക് കളയണവനെ. ഇറങ്ങിപ്പോ. നീ വീട്ടിൽ കണ്ടുവരുത്. ഇറങ്ങിപ്പോടാ. അമ്മേ വളരെ വൈകിപ്പോയി സഞ്ജു. സെന്റിമെന്റ്സിന്റെ പേരില് നീ പാത്രം അറിയാതെ വിളമ്പി. നിന്റെ കമ്പനിയുടെ പോക്കിനെ പറ്റി നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. എടാ എന്റെ അമ്മ ആ മനുഷ്യനെ അധിക്ഷേപിച്ചപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. കഷ്ടം. നീ ഇപ്പോഴും അതിന്റെ കുറ്റബോധത്തിലാണോ? ഇപ്പോഴും നീ ഒന്നും പഠിച്ചിട്ടില്ല. നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനൊന്നല്ല ധരിച്ചത്. ഏത് കാര്യത്തിലും ക്ഷമയോടെ മാത്രം പെരുമാറിയവനാ നീ. ദിനേശ് ഏട്ടനോടും അങ്ങനെ ആവാമായിരുന്നു. അപ്പച്ചനോട് ക്ഷമിക്ക്. ഞാൻ പറയാൻ പാടില്ലാത്തത് അങ്കിളിനോട് പറഞ്ഞത്. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ അധികാരമില്ല. എങ്കിലും അപ്പച്ച ഒന്ന് ഓർത്തു നോക്ക്. ദിനേശൻ അങ്കിൾ എന്തെല്ലാം വിളിച്ചു കൂവി. അത് മുത്തശ്ശന്റെ മുമ്പിൽ വെച്ച്. എതിർത്ത് സഞ്ജു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചുകൂടാത്തത് ഇന്നിവിടെ നടന്നു. ഞങ്ങള് പ്രായം ചെന്ന രണ്ടുപേര് ഇവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ല. വസുമതി, സഞ്ജുവിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഇതിനാണ് അവനെ കാണണമെന്ന് പറഞ്ഞത്. ശ്രീദേവിയോട് ചോദിക്കണം സഞ്ജു ചെയ്തത് തെറ്റോ ശരിയോ എന്ന്. ഒരു കള്ളന് വേണ്ടി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തോ? ദിനേശൻ സഞ്ജുവിന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാ. ദിനേശന്റെ സ്വഭാവം വെച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എടാ പോടാന്നൊക്കെ വിളിക്കാൻ പാടുണ്ടോ മോനെ? എനിക്ക് തെറ്റ് പറ്റിപ്പോയി മുത്തശ്ശി. പറഞ്ഞുപോയ വാക്കുകള് തിരിച്ചെടുക്കാൻ കഴിയുന്നതുമല്ല. ഓഫീസിൽ വെച്ച് മോൻ ദിനേശനോട് സംസാരിച്ചതിൽ ഒരു തെറ്റുമില്ല. കുടുംബക്കാരാണെങ്കിലും കമ്പനിക്ക് ദോഷം വരുത്തുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനും മടിക്കരുത്. പക്ഷേ ആ പ്രശ്നം വീട്ടിലേക്ക് വലിച്ചഴയ്ക്കാന് അങ്കിള് ശ്രമിച്ചത്. അതുണ്ടാവുക സ്വാഭാവികമല്ലേ? അവൻ പറഞ്ഞിട്ട് പോകട്ടെ എന്ന് മോൻ കരുതിയാ മതിയായിരുന്നു. രണ്ടു കൈയും കൂട്ടി അടിക്കുമ്പോഴല്ലേ മോനെ ഒച്ചയുണ്ടാവുന്നത്. അത് തന്നെയാ ഞാനും പറയുന്നത്. ആ വാശിക്ക് ദിനേശൻ പോയാലും 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നേനെ. മുമ്പും അങ്ങനെ പണങ്ങി പോയിട്ടുണ്ട്. ദിനേശൻ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളാരും അതോർത്ത് വിഷമിക്കണ്ട. ക്ഷമ പറഞ്ഞ് അങ്കിളിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ കാരണം ആരുടെയും താലിച്ചരട് പൊട്ടിപ്പോവില്ല. ഇത് പറയാനാ മുത്തശ്ശി വിളിപ്പിച്ചെന്ന് എനിക്കറിയാം. കാവേരിയുടെ സങ്കടം നമ്മൾ എങ്ങനെ കാണാനാ മോനെ? കുഞ്ഞില്ലാത്തതിന്റെ വേദന ഉള്ളിൽ ഒതുക്കിയ അവള് ജീവിക്കുന്നത്. ആകെയുള്ള അവളുടെ പ്രതീക്ഷ ദിനേശന്. ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി ആരുടെ മുന്നിൽ തലകുനിക്കാനും ഞാൻ തയ്യാറാ മുത്തശ്ശി. അങ്കിളുടെ ദേഷ്യം നടങ്ങട്ടെ, ഞാൻ പോയി കാണാം.
ദുഷ്ടന്റെ മുന്നിൽ ചെന്ന് അദ്ദേഹം യാചിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ഞാനതിന് സമ്മതിക്കില്ല. എനിക്കറിയാം അയാൾ ഇവിടെ വരുത്താൻ. പക്ഷേ അമ്മ പറഞ്ഞത് അതെനിക്ക് സഹിക്കാനായില്ല. ഞാനത് സഹിക്കുകയില്ല. എന്റെ മനസ്സ് വേദനിച്ചത് അവിടെയാ. ഇതൊരു വലിയ കുടുംബം മോനെ. പലരും പലതരത്തിൽ പ്രതികരിക്കുന്നവരാ. ഇന്നലെ വരെ മോൻ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയി. ഇനി അങ്ങനെ തന്നെ വേണം. കുടുംബത്തിൽ എപ്പോഴും സ്വരച്ചേർച്ച ഉണ്ടാവണം മോനെ. അമ്മയെപ്പറ്റി പറഞ്ഞതൊന്നും മോൻ കാര്യമാക്കണ്ട. ഇതുപോലെ ഈ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുൻപോട്ട് പോയതാ നിന്റെ ഈ അമ്മ. ആ കാലമൊക്കെ കഴിഞ്ഞമ്മേ. അമ്മയെ അടിച്ചമർത്തി വെച്ചപ്പോ ഒന്നും അറിയാത്ത കുട്ടിയായിരുന്നു ഞാൻ. ഇന്ന് അങ്ങനെയല്ല. ബന്ധങ്ങൾ തകർന്നു പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും അത് മനസ്സിലാക്കി വെക്കണം. അത് നമ്മൾ മാത്രം വിചാരിച്ച പോരല്ലോ അമ്മ. അമ്മയുടെ നേരെ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഭർത്താവില്ലാത്തവളെന്ന ആക്ഷേപം. ഇന്നിവിടെ ആരും ഒത്താഴം കഴിക്കുന്ന ലക്ഷണമില്ല. പിന്നെന്തിനാ ഇതൊക്കെ ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരം മതിയായിരുന്നു. എങ്കിലും ആർക്കും അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു. ഓ, ഒരു നേരം ഭക്ഷണം കഴിക്കാതെ കിടന്നെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മോ. ഭക്ഷണം കിട്ടാത്ത എത്ര പാവങ്ങളാ പട്ടിണി കിടക്കുന്നത്. ഉണ്ടായിട്ടും വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാത്തതിന് നമ്മൾ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? അമ്മ ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കി. എന്താ തീരുമാനം? ഇന്ന് രാത്രി പോകുന്നുണ്ടോ? ഞാൻ പോവും രാജുവേട്ടാ. എങ്ങോട്ടാ അമ്മ പോ ഉദ്ദേശിക്കുന്നത്? അതും ഈ രാത്രിയില്? എന്നോടെങ്കിലും ഒന്ന് പറ. ദൈവം വഴി കാണിച്ചു തരും. ആ വഴിയെ ഞാൻ പോവും. ഇനി ഒരിക്കലും ഇങ്ങോട്ടോ ചേച്ചിയുടെ അടുത്തേക്കോ ഞാൻ വരില്ല രാജുവേട്ടാ. ഇവിടെ വന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ മനസ്സിലായി. എവിടെയൊക്കെ മാറി നിൽക്കണമെന്ന് ഇപ്പൊ നല്ല ബോധ്യമുണ്ട്. രാത്രി യാത്രയെ പറ്റി ഒരു ബോധവും ഇല്ലാതെയാണോ അമ്മ സംസാരിക്കുന്നത്? ഇത് സിറ്റിയാ അമ്മ. സിറ്റിയെ പറ്റിയൊരു അറിവില്ലാതെ ഇവിടെ കഴിഞ്ഞവളല്ലേ ഞാൻ. ഇപ്പൊ കുറച്ചറിവുകളൊക്കെ വന്നിട്ടുണ്ട്. അമ്മുവിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദന എനിക്ക്. ഞാൻ ആരാണെന്ന സത്യം രാജുവേട്ടൻ മനസ്സിൽ സൂക്ഷിക്കുന്നതാ എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം. അതിൽ കൂടുതലൊന്നും രാജുവേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യണ്ട. അമ്മു പോയാ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകൂടി വഷളാവും. വിവരം പറഞ്ഞ് ശ്രീകുട്ടി പാഞ്ഞു വരും. കവിത അപ്പച്ചോടാവും ശ്രീകുട്ടി ഏറ്റുമുട്ടാൻ പോകുന്നത്. ഞാനിവിടുന്ന് ഇറങ്ങിയ അമ്മു അല്ലാതാവും. പിന്നെ അമ്മ ഒരു ഓർമ്മ മാത്രമായി തീരും. നന്ദി കെട്ടവളെന്ന് എല്ലാരും പറയും. എനിക്കതറിയാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുത്തിട്ടാ ഞാനിവിടുന്ന് പോകുന്ന ആശ്വാസം മാത്രം മതി എനിക്ക്. മോളെ, ശ്രീദേവി വരുന്നുണ്ട്. ആരും ഒന്നും കഴിച്ചില്ലെന്ന് കരുതി നിങ്ങള് കഴിക്കാതിരിക്കണ്ടാട്ടോ. എനിക്ക് വേണ്ട ശ്രീദേവമ്മേ. എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാൻ മാത്രം കഴിച്ചാൽ എനിക്കത് ഇറങ്ങില്ല. മോള് കഴിക്കുന്നില്ലേ? രാജേട്ടൻ പറഞ്ഞത് സത്യല്ലേ അമ്മേ? നേരത്തെ കഴിച്ച ഞാൻ മാത്രം ഇപ്പൊ മണ്ടിയായി. ശ്രീദേവമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ? രാജു, നീ ഒരു കാര്യം ചെയ്യ്. സഞ്ജുവിനും സച്ചിക്കും ഓരോ ഗ്ലാസ് പാല് കൊണ്ട് കൊടുക്ക്. അവരതെങ്കിലും കഴിക്കട്ടെ. അത് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. പാലുമായിട്ട് ചെന്നാലേ സഞ്ജുവിന്റെ നല്ല വഴക്ക് കിട്ടും എനിക്ക്. അവൻ അത്ര ഒരു മൂടില്ല. അവൻ കുടിക്കാനൊന്നും പോകുന്നില്ല. അമ്മു കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഓടി പോകുന്നതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. എന്റെ ചേച്ചിക്കും അങ്ങയ്ക്കും വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. എന്റെ ചേച്ചിയുടെ സ്നേഹത്തിന് മുന്നിലും സ്വന്തം ജീവിതം മാറ്റിവെച്ച് എന്നെ രക്ഷിച്ച അങ്ങയ്ക്ക് മുന്നിലും എന്റെ സങ്കടം ഒരു പുൽക്കൊടിയോളം ചെറുതാണ്. അതൊരു സങ്കടമേ അല്ല. എന്റെ ജീവിതത്തിലെ പ്രാർത്ഥന നിങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി മാത്രം. ലച്ചുവിന്റെ രണ്ട് ദൈവങ്ങളാ. അങ്ങും എന്റെ ചേച്ചിയും. രണ്ടുപേർക്കും
ദൈവം നല്ലതേ വരുത്തു. കൂട്ടുകാരൻ വരുമ്പോ വിളിച്ചുണർത്തി പാല് തരും. അമ്മ കൊണ്ടുവച്ചിട്ട് പോയതാന്ന് കൂട്ടുകാരൻ പറയും. അപ്പോഴും അമ്മ ആരാണെന്ന് അങ്ങേക്ക് അറിയില്ല. ഒരിക്കലും അങ്ങ് അറിയാനും പാടില്ല. സഞ്ജുവിന്റെയും സച്ചിയുടെയും കാര്യം കഷ്ടമാ. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്നാ രണ്ടുപേരും എഴുന്നേറ്റ് പോയത്. വഴക്ക് കിട്ടിയാലും വേണ്ടില്ല, ശ്രീദേവമ്മ പറഞ്ഞതനുസരിക്കണം. പാല് കുടിക്കണമെങ്കിൽ കുടിക്കട്ടെ. അതല്ല അമ്മേ, കിടക്കമ്മേ. ചീട്ടെടുത്ത മോളെ. അമ്മ കിടന്നോ? മോളിന്ന് അമ്മയുടെ റൂമിൽ കിടക്ക്. ഞാനിനി മുറിയിലേക്ക് പോകുന്നില്ലമ്മേ. സമയം ഒരുപാടായില്ലേ? അമ്മ ഉറങ്ങിക്കോ. മോളെങ്ങനെ അറിഞ്ഞു എനിക്ക് വയ്യാതായെന്ന്? എനിക്കറിയാം, ശ്വാസം കിട്ടാതെ പിടഞ്ഞ എന്റെ മോള് ഏതുറക്കത്തിലാണെങ്കിലും വരുമെന്ന്. എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. ദേവതയെ പോലെ എന്റെ മോള് വന്നല്ലോ. അമ്മ അധികം സംസാരിക്കണ്ട, വിശ്രമാ വേണ്ടത്. എനിക്ക് കൂട്ടിരിക്കാതെ മോള് കിടക്ക്. വന്നേ. ഞാൻ താഴെ കിടന്നോളാം അമ്മേ. താഴെ കിടക്കാനോ? എന്തിന്? എന്റെ മോൾ എന്റെ കൂടെ കിടന്നാ മതി. സാരല്ലമ്മേ, ഞാനൊരു ഷീറ്റ് വിരിച്ച് താഴെ കിടന്നോളാം. അങ്ങനെ കിടക്കുന്നതാ എനിക്കിഷ്ടം. അതിന് മോളെ ഞാൻ സമ്മതിക്കില്ല. വാ, ഇവിടെ വന്ന് കിടക്ക്. വാ വാ മോളെ. അമ്മ പറഞ്ഞ അനുസരിക്കല്ലേ മോള്? വാ, വന്ന് കിടക്ക്. വാ വാ ഇങ്ങോട്ട്. ചേച്ചി എങ്ങും പോയിട്ടുണ്ടാവില്ല. ദിനേശേട്ടന്റെ വീട്ടിൽ കാണും. 2-3 ദിവസം. അതിനപ്പുറമൊന്നും ഈ വീട് വിട്ടു നിൽക്കാൻ ദിനേശേട്ടനാവില്ല. അത് കഴിഞ്ഞ ആളിങ്ങ് വരും. അമ്മ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെന്നറിയാം. നിനക്ക് അതിനെങ്കിലും തോന്നിയല്ലോ. ഈ വീട്ടിലുള്ള ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. അയ്യോ, മുത്തശ്ശന് നല്ല വിഷമമുണ്ട്. പിന്നെ അദ്ദേഹത്തിനത് ഉണ്ടാവാതിരിക്കില്ല. സഞ്ജുവിന് ഒരു കുറ്റബോധവും ഇല്ല. ദിനേശേട്ടന്റെ നടപടികള് കാവേരി ചേച്ചി ശരിവെക്കുന്നതുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്. എനിക്കെന്റെ ഭർത്താവ് ജീവന. എന്നെ കുത്തി നോവിക്കാറുണ്ടെങ്കിലും ആ മനുഷ്യനെ എനിക്ക് സ്നേഹിക്കാനേ കഴിയൂ. അമ്മുനെ വേണ്ടെന്ന് വെച്ചാ ആ ഭർത്താവിനെ പഴി പറയാൻ അമ്മുന് കഴിയോ? നമുക്കതിന് കഴിയില്ല അമ്മു. ഇത് നമ്മൾ സ്ത്രീകളുടെ വിധിയാ.
ഒരു ജന്മത്തിൽ 2 ജന്മം അനുഭവിക്കുന്നവളാ പെണ്ണ്. താലിക്ക് മുൻപും അതിനുശേഷവും. കല്യാണം കഴിയും വരെ ഒരു പെണ്ണിന് എല്ലാവരും ഉണ്ടാവും. അച്ഛൻ, ഏട്ടന്മാർ, ബന്ധുക്കൾ എല്ലാവരും. അവർക്ക് നമ്മളെ പ്രിയപ്പെട്ടവളായിരിക്കും. ആ കെയറൊന്നും അവളുടെ കല്യാണം കഴിഞ്ഞാ ഉണ്ടാവില്ല. ഒരു ജന്മം അവിടെ കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം തീർന്നു പോകുന്നത്. അവരാ മുത്തശ്ശിയെ കൊന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നീ പറയാതെയാണോ പോലീസുകാർ വന്ന് അർജുനെ കൊണ്ടുപോയത്? അത് വിവരങ്ങൾ ചോദിച്ചറിയാൻ കൊണ്ടുപോയതാ. അർജുനേട്ടനെ വിട്ടയക്കുകയും ചെയ്തല്ലോ. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കല്ലേ കുഞ്ഞൂട്ടാ. ഈ പെരുവണ്ണാപുരത്തുകാര് മണ്ടന്മാരൊന്നും അല്ല. അവനത് പറയാൻ പറ്റുമോ ചന്ദ്രൻപിള്ള സാറേ? പ്രതികൾ അവന്റെ ഏട്ടനും അളിയനും അല്ലേ? പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാവും അവൻ കരുതുന്നത്. അല്ലേ കുഞ്ഞൂട്ടാ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ബാലാമണിയമ്മ മരിക്കുന്ന ദിവസം അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങാൻ വന്നതല്ലേ നീ? അതെ, പിറ്റേന്ന് മരണവാർത്ത കേട്ടപ്പോ ഞങ്ങൾക്കൊരു സംശയം തോന്നിയതുമില്ല. അങ്ങനെ സംശയം തോന്നിയിരുന്നുവെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാതെ സംസ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? അതെ, ബാലാമണി അമ്മയുടെ മരണം കൊലപാതകമാണെങ്കിൽ അത് ചെയ്തവരാരായാലും ശരി, അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്നതുവരെ ഞങ്ങൾ ഈ നാട്ടുകാർ നിന്റെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സഹായം എനിക്ക് വേണം. നിങ്ങളല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഉണ്ടാവും കുഞ്ഞൂട്ടാ. ഇത് നരേന്ദ്രന്റെ സ്വാധീനം കൊണ്ട് തേച്ചുമാച്ചു കളയാൻ ഞങ്ങള് സമ്മതിക്കില്ല. കുഞ്ഞൂട്ടന് സംശയം തോന്നാനുള്ള കാരണം ഞങ്ങളോട് ഇനിയെങ്കിലും പറ. മരിക്കുന്നതിന് മുമ്പ് പിള്ളച്ചേട്ടനെ ഒന്ന് കാണണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു. എനിക്കത് പിള്ളച്ചേട്ടനെ അറിയിക്കാനായില്ല. പിന്നെ സ്വത്തുക്കളൊക്കെ ലച്ചുവിന്റെ പേരില അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു. ആ വിവരം പുറത്താർക്കും അറിയില്ല. ഞാനിത് അറിയാതെ പോയത് കഷ്ടമായി പോയല്ലോ. ബാലാമണി അമ്മയെ തീർത്ത് കളഞ്ഞതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെ മുത്തശ്ശിയെ മരിച്ച നിലയിൽ കാണുമ്പോൾ കയ്യിലൊരു തുണിക്കഷ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞൂട്ടൻ തനിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഉടനെ എത്തുന്ന കേട്ടത്. കുട്ടി ഇവിടുത്തെ സർവന്റ് ആണോ? മുമ്പ് കണ്ടിട്ടില്ല. ബന്ധത്തിലുള്ളതാ. അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. ഈ വർഷവും ലക്ഷ്മി ദേവിയെ കണ്ടു തൊഴാൻ ഭാഗ്യമുണ്ടായി. ഈ വീട്ടിൽ വെച്ച് ലക്ഷ്മി ദേവി ദർശിച്ചാൽ 1 വർഷം അല്ലലും അലച്ചിലും ഒന്നും ഉണ്ടാകില്ല. ശരിക്കും മംഗലശ്ശേരിക്കാര് സുഹൃതം ചെയ്തവരാ. അവരുടെ കുടുംബക്ഷേത്രത്തിലെ പരദേവതയല്ലേ ഒരു പകൽ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നത്. അതെ അതെ, ലക്ഷ്മി ദേവി നേരിട്ടാ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ട് വരുന്നത്. മംഗലശ്ശേരിക്കാരുടെ ബന്ധുക്കളാവാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ലക്ഷ്മി പൂജയെ പറ്റി കാര്യമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. മംഗലശ്ശേരിക്കാരുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയാണ് ലക്ഷ്മി ദേവി. ആ ദേവതയെ മറ്റൊരു വിഗ്രഹത്തിൽ ആവാഹിച്ചു കൊണ്ടുവരികയാ ചെയ്യുന്നത്. സുമംഗലികളായ സ്ത്രീകൾ മാത്രമേ ഈ പൂജയിൽ പങ്കെടുക്കാവൂ. അല്ലാത്ത സ്ത്രീകൾ പൂജയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് അഭിഷേക തീർത്ഥം തളിച്ച് കുങ്കുമം തൊടും. കുറച്ച് നേരത്തെ വന്നൂടായിരുന്നു മോളെ. ഒരു ചടങ്ങ് നടക്കുന്ന വീടല്ലേ. നേരത്തെ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അമ്മ വൈകിപ്പിച്ചതാ മുത്തശ്ശി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാ മോളെ നീ ഈ പൂജയിൽ പങ്കുകൊള്ളുന്നത്. ഈ കുടുംബത്തിലെ മൂത്ത മകളെന്ന നിലയ്ക്ക് ലക്ഷ്മി പൂജയുടെ മുന്നിൽ നിൽക്കേണ്ടത് നീയാ. ചടങ്ങുകള് അമ്മ എന്നെ ഓർമ്മപ്പെടുത്തണമെന്നില്ലേ? ഞാനിതുവരെ ഒന്നും മറന്നിട്ടില്ലേ. മരുമകള് അകത്തിരിപ്പാണോ കവിതേ? ഇപ്പൊ അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. തുളസി തൈ നട്ടതിന്റെ ക്ഷീണം തീർക്കാൻ പോയതാ. അമ്മ എവിടെ മുത്തശ്ശി? അവള് കിച്ചണിൽ കാണും മോളെ. മോളെ, ദിനേശന് ഇല്ലാതെ പോയതിലാ വിഷമം. കാവേരി മുറി വിട്ടിറങ്ങിയിട്ടില്ല. നീ ചെന്ന് അവളെ പുറത്തിറക്ക. കാവേരി വന്നാലും ദിനേശൻ വേണ്ടേ അഭിഷേക ജലവും കുങ്കുമവും തൊടാൻ? ഭർത്താവുണ്ടായിട്ടും അവൾക്ക് ഈ വിധി വന്നല്ലോ. സംസാരമൊക്കെ പിന്നെ ആവാം.
വിഗ്രഹം എത്തുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാം. സഞ്ജുവിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അമ്മു ചേച്ചി, നിന്നെ ഒന്ന് കാണാനാ ഞാൻ ഓടി വന്നത്. ചേച്ചിയെ കാണാൻ ഞാനും കൊതിച്ചു. നീ തനിച്ചാണോ അമ്മു ഈ സദ്യ ഒരുക്കിയത്? സഹായത്തിന് അമ്മയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇവിടുത്തെ അടുക്കളക്കാരി അല്ലാന്ന്. എന്നെ ആരും ചുമതലപ്പെടുത്തിയതല്ലേ ചേച്ചി. ചേച്ചി ഒരു പ്രശ്നത്തിനും പോവില്ലേ? അമ്മോ, വന്ന് വിളമ്പി കൊടുക്ക. കേട്ടില്ലേ ഇളയമ്മയുടെ കൽപ്പന? ഇതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം. ചേച്ചി അമ്മേ ദേവി. ആചാരപ്രകാരം കുടുംബത്തിലെ മൂത്ത മകൾ വന്ന് ലക്ഷ്മി വിഗ്രഹം ഏറ്റുവാങ്ങി പ്രതിഷ്ഠ നടത്തണം. അമ്മേ ദേവി, ഈ കുടുംബത്തെ കാത്തുകൊള്ളണമേ. വിഗ്രഹം പീഠത്തിൽ വെച്ചോളൂ. മൂത്തയാൾ വരൂ. ഇനി എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം വാങ്ങാം. ആദ്യം കുടുംബാംഗങ്ങൾ വന്നോളൂ. മോളെ, സഞ്ജുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അദ്ദേഹം വരുമേ. ഇനി തുടങ്ങാനുള്ളത് സുമംഗലി പൂജയാണ്. ആദ്യം ഗ്രഹനാഥനും ഗ്രഹനാഥയും വന്നോളൂ. പത്നിയുടെ ശിരസിൽ തീർത്ഥം തളിച്ച് കുങ്കുമം തൊട്ടോളൂ. വളരെ കുറച്ചു കാലം മാത്രം എനിക്ക് ഭാഗ്യമുണ്ടായത്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുക.
സ്വാതി, നിന്റെ അമ്മയ്ക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. സഞ്ജുവിന് ഇനി അതറിയില്ലേ, ഭക്തി പ്രകടനം അമ്മയ്ക്കില്ല. ഓ, ഭർത്താവുണ്ടായിട്ടും എനിക്ക് ഈ ഭാഗ്യമില്ലാതെ പോയി. ഈ സമയം അവിടെ ഞാനും ഗൗതവും നിൽക്കേണ്ടതായിരുന്നു. ആ, അതിനൊരു കാലം കവിതയ്ക്ക് വരും. ഹലോ, അല്ല, സ്വാതിയുടെ അനിയത്തിയോടെ? അമ്മ അങ്ങോട്ട് പോയി. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ സച്ചി. അഭിഷേക ജലവും കുങ്കുമവും ഇന്ന് പൂജാമുറിയിൽ വേണം സൂക്ഷിക്കാൻ. ഒരാൾ വന്ന് എടുത്തോളൂ. സ്വാതിമോള് വേണം അത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ. ആരും അറിയാതെ അതിൽ നിന്ന് കുറച്ച് കുങ്കുമം എടുത്ത് ഗൗതമനെ കൊണ്ട് നെറുകയിൽ തൊടിയിക്കാമെന്നാ കരുതിയത്. ശ്രീദേവി അതും തടഞ്ഞു. മോള് ചെന്ന് വാങ്ങിച്ചോളൂ. എന്നിട്ട് മുഴുവനും പോയോ? മുഴുവനും മറിഞ്ഞുപോയല്ലേ അമ്മേ. ഇവളുടെ ദേഹത്ത് എങ്ങനെ കുങ്കുമം വന്നത്? ഇവളെ അഭിഷേകം ചെയ്ത പോലെ ഉണ്ടല്ലോ. കുങ്കുമവും തീർത്തവും ചെന്ന് വീണതേ അമ്മുന്റെ ദേഹത്താ. ഭർത്താവ് കൂടെ ഇല്ലാഞ്ഞിട്ടും നിനക്കും ഭാഗ്യം കിട്ടിയല്ലോടി. അമ്മു ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാനേ രാജുവിനെ വീട്ടിയതൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചോളാം. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു കിട്ടിയ നിലയ്ക്ക് ഇനി ഈ കുടുംബത്തിൽ കുഴപ്പം കൊണ്ടൊന്നുണ്ടാവില്ല. 26 വർഷങ്ങൾക്ക് ശേഷമാ എന്റെ മൂത്ത മകള് ലക്ഷ്മി പൂജയിൽ പങ്കെടുക്കുന്നത്. അപ്പോ അച്ഛനും ഞാനും വന്നത് മുത്തശ്ശിക്കാരിയാക്കുന്നില്ലേ? നീയല്ലേ മോളെ ഇനി ഈ കുടുംബത്തിന്റെ ഭാഗ്യം. ദിനേശേട്ടൻ വന്നപ്പോ തന്നെ പൂജ ഐശ്വര്യമായിട്ട് തീരുമെന്ന് എനിക്ക് തോന്നിയതാ. പൂജയിലല്ല കാര്യം, മനുഷ്യന്റെ പ്രവൃത്തികളിലാ. പ്രവൃത്തി നിന്നായ ഐശ്വര്യവും ഉണ്ടാവും. ആന്റി ആ പറഞ്ഞത് സത്യ. ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ദിനേശൻ മണ്ടനൊന്നും അല്ല. അല്ല, സഞ്ജുവോട്? സഞ്ജു റൂമിലുണ്ട്, വാതിലടച്ചിരിക്കുക. അതെന്താ വാതിലടച്ചിരിക്കുന്നത്? രാജു എന്ന് സഞ്ജുവിനോട് കൊണ്ടുവരാൻ പറ. പൂജ കഴിയുന്ന നിലയ്ക്ക് എല്ലാരും കൂടി ഇരുന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി മുത്തശ്ശ. സഞ്ജു, വാതിൽ തുറക്കടാ. സഞ്ജു, എടാ വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് സഞ്ജു. എടാ നിന്നെ മുത്തശ്ശൻ വിളിക്കുന്നു. സഞ്ജു, ഇവനിതെന്താ പറ്റിയേ? സഞ്ജു. എന്താ രാജുട്ടാ? സഞ്ജു വാതിൽ തുറക്കുന്നില്ല. അയ്യോ, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. അയ്യോ, അദ്ദേഹത്തിന് എന്താ പറ്റിയത്? താഴെ ചെന്ന് പറ രാജുട്ടാ. ആ ശരി. സഞ്ജു, സഞ്ജു, എടാ സഞ്ജു, സഞ്ജു, എഴുന്നേക്കടാ. സഞ്ജു, മോനെ സഞ്ജു, സഞ്ജു കണ്ണു ഓർക്ക്. സഞ്ജു, സഞ്ജു മോനെ. സഞ്ജു, 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 സഞ്ജു. അയ്യോ, നല്ല പനിയുണ്ട്. മോനെ കുറച്ച് വെള്ളം എടുക്കണം. സഞ്ജു, 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 സഞ്ജു എണീക്ക്. എന്റെ മോൻ എന്താ പറ്റി? അമ്മേ,
ഡോക്ടർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എത്തും. എന്താ അവന് പറ്റിയേ? പെട്ടെന്നുണ്ടായ പനിയെ. ഇനി പേടിക്കാനില്ല. ദേ കണ്ണു തുറന്നു. പേടിക്കാനൊന്നുമില്ല. പനി കുറഞ്ഞോളും. നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പെട്ടെന്ന് മോന് പനി വരാൻ എന്താ ഡോക്ടർ കാരണം? ഒന്നാമത് ജോലിയിലുള്ള സ്ട്രെസ് തന്നെയാണ്. പിന്നെ വർക്ക് സൈറ്റിൽ വെച്ച് സഞ്ജയ്ക്ക് ഒരു വീഴ്ച പറ്റിയ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ഡോക്ടർ. അന്നത്തെ വീഴ്ചയിൽ തലയിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു. ടെൻഷനൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ വീട്ടിലേക്ക് അയച്ചത്. അതൊന്നും പറഞ്ഞു കാണില്ല അല്ലേ? ഇല്ല ഡോക്ടർ. ഭയപ്പെടാൻ മാത്രമൊന്നുമില്ല. കുറച്ചു ദിവസം പുറത്തു പോകാതെ റെസ്റ്റ് എടുത്താൽ മതി. എല്ലാം നോർമൽ ആയിക്കോളും. ഉറങ്ങുകയാണെന്ന് കരുതി ഉണർത്താൻ ശ്രമിക്കണ്ട. റൂമിൽ ഒരാളെ നിന്നാ മതി. ശരി. ഒരാളെ വിട്ട് മെഡിസിൻ വാങ്ങണം. ഞാൻ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാം. വരൂ. ശരി ഡോക്ടർ. സഞ്ജു, 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 ആർ യു ഓക്കേ? സ്വാതി, നീ എന്താ ഇവിടെ? എനിക്കെന്താ പറ്റിയത്? സഞ്ജുന് ഒന്നും ഓർമ്മ വരുന്നില്ലേ? ആകെ ഒരു പുകമറ പോലെ തോന്നുക. സഞ്ജു വാതിൽ തുറക്കാതിരുന്നപ്പോ പേടിച്ച് എല്ലാവരും ഓടി വന്നു. എത്ര വിളിച്ചിട്ടും സഞ്ജു ഉണർന്നില്ല. ഒടുവിൽ സച്ചിയ വാതിൽ തള്ളി തുറന്നത്. പനി പിടിച്ച് ബോധമില്ലാതെ കിടക്കുമായിരുന്നു സഞ്ജു. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ തന്നിട്ടാ പോയത്. എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല സ്വാതി. ഒരു കുളിര് പോലെ തോന്നി വന്ന് കിടന്ന ഓർമ്മയുള്ളൂ. എന്താ ഇങ്ങനെ വരാനെന്ന് സഞ്ജുവിന് ഇതുവരെ മനസ്സിലായില്ലേ? ദൈവത്തെ വെച്ച് തമാശ കളിച്ചതിന്റെ ശിക്ഷയാ. സഞ്ജു കാണിച്ച തമാശ ദേവിക്ക് ഇഷ്ടമായില്ല. ദേവിക്ക് മുന്നിൽ അഭിഷേകം ചെയ്ത തീർത്ഥവും കുങ്കുമോ അല്ലേ താഴെ പോയത്? പൂജാമുറിയിൽ വെച്ച് പൂജിക്കേണ്ടതാ അത്. നിലത്ത് വീണത് ദേവിയോടുള്ള അനാദരവല്ലേ? ഞാൻ അപ്പോഴേ ഭയന്നതാ. മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല സ്വാതി. നിന്നെ ഒന്ന് അടുത്ത് കണ്ടപ്പോ സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ. നിന്റെ കയ്യിൽ നിന്ന് താലം കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. തീരെ പ്രതീക്ഷിക്കാതെയല്ലേ സഞ്ജു ചെയ്തത്? ഒരു ഊഹം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പേടിക്കില്ലായിരുന്നു. കുട്ടി തനിച്ചെന്നെ കാണാൻ വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ചോദിക്കൂ, എന്താണ് അറിയേണ്ടത്? മരണഭീതി ഒഴിഞ്ഞു കിട്ടാൻ എന്ത് പൂജ ചെയ്യേണ്ടത്? അത് കുട്ടിയല്ലല്ലോ, ജാതകക്കാരന്റെ ഭാര്യയല്ലേ ചെയ്യേണ്ടത്. കുട്ടി അയാള് വിവാഹം ചെയ്യാൻ പോകുന്ന ആളിന്റെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത്. കുട്ടി മടങ്ങി വന്നതിൽ നിന്നും
ഒരു കാര്യം വ്യക്തമാണ്, അയാളുടെ വിവാഹം കഴിഞ്ഞ വിവരം കുട്ടിക്കറിയാം. ആ വിവരം മറ്റാർക്കും അറിയില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ചേച്ചിയെ കൊണ്ട് ഞാൻ ആ പൂജകൾ നടത്തിക്കാം. അതിന് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ, ഭാര്യയായി കാണാനും കഴിയില്ല. അതുകൊണ്ട് പൂജാവിധികൾ പറയാൻ എനിക്ക് സാധിക്കില്ല. കുട്ടിയെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിയുടെ മുഖം ഒരിക്കൽ കണ്ടാല് ആരുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകുന്നതല്ല. അങ്ങനോട് കൂടുതലൊന്നും ചോദിക്കരുതേ. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചേ തീരൂ. അങ്ങന്റെ അപേക്ഷ ചെവിക്കൊള്ളാതെ പോകരുത്. പൂജാവിധികൾ ദയവായി എന്നോട് പറയണം. രക്ഷിക്കാൻ ആളുള്ളപ്പോ അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് അധികാരമില്ല. കുട്ടിയെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. പൂജാവിധികൾ ഞാൻ പറഞ്ഞുതരാം. അമ്മയെ കണ്ടില്ല. നിനക്കെന്തെങ്കിലും വന്നാ ശ്രീദേവമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ശാസ്ത്രികൾ സ്ഥലത്തുണ്ടെന്നറിഞ്ഞ് കാണാൻ പോയതാ. ഒരു പനി വന്നതിന് അമ്മ എന്തിനാ ജ്യോതിഷി കാണാൻ ഓടിപ്പോയത്? സങ്കടം തന്നെ. ഇന്നത്തെ ദിവസം തന്നെ നിനക്ക് അസുഖം വന്നാ അത് അന്വേഷിച്ചറിയേണ്ടത് തന്നെയാ. അമ്മ തനിച്ചാണ് പോയത്. എന്നെക്കാള് സുഖക്കുറവ് അമ്മയ്ക്കാ. നിനക്കൊന്ന് കൂടെ പോവായിരുന്നില്ലേ? ശ്രീദേവിയമ്മ അമ്മൂനെയും കൂട്ടിയാ പോയത്. അമ്മയെ നോക്കാൻ അവൾക്കറിയാം. അതിൽ നീ ടെൻഷൻ ആവണ്ട. അവളുണ്ടെങ്കിൽ എനിക്ക് ധൈര്യടാ. സ്വാതി അവളെ കൂട്ടിക്കൊണ്ടു പോവാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അമ്മയ്ക്കൊരു സഹായമായി. അവളിനി തിരിച്ചു വരുമോ എന്നത് കണ്ടറിയണം. രാജു, എടാ, അമ്മുവിന്റെ കാര്യത്തില് എനിക്ക് അത്ഭുത തോന്നുന്നു. ഒരു തവണ നിന്റെ കൂടെ പുറത്തു വെച്ച് കണ്ടതാ അവളെ. ഈ വീട്ടിൽ വെച്ച് ഒരു വട്ടം പോലും എനിക്ക് അമ്മുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാ സച്ചിക്ക് മുന്നിൽ അവള് കൃത്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നീ തിരക്ക് പിടിച്ച് ഓടി നടക്കൂല്ലേ സഞ്ജു? സച്ചി ഏതു നേരം ഇവിടെ തന്നെയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കണ്ണിന്റെ മുന്നിലുണ്ടെങ്കിലും നമുക്കവരെ കാണാൻ പറ്റാതെ വരും. എന്നാൽ കാണാൻ ആഗ്രഹിക്കാത്തവർ എപ്പോഴും കണ്ണിന്റെ മുമ്പിൽ വരും. നീ പറഞ്ഞത് ശരിയാ. ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം കഴിയാൻ പോലും എനിക്കിപ്പോ സമയം കിട്ടുന്നില്ല. മുമ്പൊക്കെ 2 ദിവസം കൂടുമ്പോഴെങ്കിലും സ്വാതിക്കൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുമായിരുന്നു. ഇപ്പോ അതിനും കഴിയുന്നില്ല. മനസ്സമാധാനം നഷ്ടപ്പെട്ട വീട്ടിൽ വന്ന് കയറുന്നതിന്. സഞ്ജുവിന്റെ മനസ്സിൽ സ്വാതിയെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ലക്ഷ്മി അമ്മുവാണെന്നറിഞ്ഞ അവന്റെ സമനില തന്നെ തെറ്റിപ്പോ. 26 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആ അനാഥത്വം. പകരം വെക്കാനില്ലാത്തതാ മോളെ ഭാര്യ ഭർത്തൃബന്ധം. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് സ്വന്തം കുഞ്ഞായി കരുതി വളർത്താം. കരുതലും വാത്സല്യവും തരുന്നവരെ അച്ഛനായും അമ്മയായും സഹോദരങ്ങളായും കരുതാം. പെണ്ണിന് ഭർത്താവ് അങ്ങനെയല്ല. കഴുത്തിൽ താലി ഉള്ളിടത്തോളം കാലം പെണ്ണിന് ആ സ്ഥാനത്ത് മറ്റൊരാളുണ്ടാവില്ല. നീ അവന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ പോരാ, നീ അനാഥയായി പോകരുതേ എന്നുകൂടി പ്രാർത്ഥിക്കണം. ആ, കുങ്കുമം എടുത്ത് തൊട്ടോളൂ. അത്രമാത്രം നന്മയുള്ളവളാ നീ. നിന്നെ അവൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഈശ്വര, ഈ അവസ്ഥയിൽ അവനെ വിളിച്ചുണർത്തി വിവാഹക്കാരെ അവനോട് എങ്ങനെ ചോദിക്കും? നിങ്ങളുടെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 60 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മോനെ, നിന്റെ വിവാഹം കഴിഞ്ഞിട്ട്
40 ദിവസങ്ങൾ കഴിഞ്ഞെന്ന് ശാസ്ത്രികൾ അമ്മയോട് പറഞ്ഞത്. അമ്മയെ അറിയിക്കാതെ എന്റെ മോനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയോ? എന്റെ മോൻ അത് ചെയ്യില്ലെന്ന് അമ്മ ശാസ്ത്രികളോട് പറഞ്ഞത്. അദ്ദേഹം അത് ചെവി കൊള്ളുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ. മോൻ അങ്ങനെ ഒരു അവിവേകം കാണിച്ചോ? അച്ഛന് ചെയ്യാമെങ്കിൽ മോൻ എന്തുകൊണ്ട് ചെയ്തുകൂടെന്ന് ശാസ്ത്രികളെ മുഖത്തടിച്ചതുപോലെ ചോദിച്ചപ്പോ അമ്മ തകർന്നു പോയി മോനെ. അമ്മയ്ക്കിത് ആരോട് പറയാൻ കഴിയും? മനസ്സിലടക്കി വെക്കാനേ കഴിയും. ഉമിത്തീ പോലെ അമ്മയുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുക. സത്യാവസ്ഥ അമ്മയ്ക്ക് അറിയണം. ഇപ്പൊ അവനെ വിളിച്ചുണർത്തി ചോദിക്കണ്ട. അവനൊന്ന് സുഖാവട്ടെ. ദേവി, ഭർത്താവിന്റെ അനുഗ്രഹം എങ്ങനെ വാങ്ങുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ പോലും ചെല്ലാൻ ധൈര്യപ്പെടാത്ത ഞാൻ എങ്ങനെയാ അദ്ദേഹത്തിന്റെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങുന്നേ? അദ്ദേഹത്തെ കൊണ്ട് പ്രസാദം കഴിപ്പിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചേ തീരൂ. ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടി മാത്രം. എന്റെ പ്രാർത്ഥന ദേവി കേൾക്കണേ. എന്നൊരു മകളായി കണ്ട് എല്ലാത്തിനും ഒരു അവസരം ദേവി തന്നെ ഉണ്ടാക്കി തരണേ. ഈ പരീക്ഷണത്തിന് എനിക്ക് തുണയാവണേ ദേവി. ചായ? ഇക്കാര്യത്തിൽ നിന്നെ സമ്മതിക്കണം. ഒരു ചായ കിട്ടിയെങ്കിലെന്ന് ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചേ ഉള്ളൂ. പുറത്തുപോയിട്ട് അമ്മയും അമ്മ വന്നില്ലേ? അവരെപ്പോഴേ വന്നു? സച്ചി എവിടെയായിരുന്നു? ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ പോയടാ. സഞ്ജുവിന് തലവേദന കടുത്തപ്പോ ഞാൻ ഡോക്ടറെ വിളിച്ചു. അങ്ങോട്ട് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞിട്ട് പോയതാ. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ പന്തല്ലായിരുന്നു. ഡോക്ടർ മെഡിസിൻ തന്നു. മയക്കം വരുന്ന മരുന്ന. മെഡിസിൻ കഴിച്ചിട്ട് അവൻ കിടക്ക. ഞാൻ ചായ കൊണ്ട് കൊടുക്കാം. വേണ്ട, അവൻ നല്ല ഉറക്കത്തില്ല. അതുകൊണ്ടാ ഞാൻ റൂമിൽ നിന്ന് പോന്നത്. ഇനി നീ ചെന്നവനെ വിളിച്ചോണത്തണ്ട. ഉണരുമ്പോ സച്ചിനെ വിളിച്ചാ മതി. ശരി, നീ ചെല്ല്. ഓ. നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ മതിയോ വസുമതി? കുട്ടികൾക്കും അങ്ങനെ ഒരു തോന്നൽ വരണ്ടേ? വിവാഹം കഴിക്കേണ്ടത് അവരല്ലേ? സഞ്ജുവിന്റെ മനസ്സ് ഒട്ടും സുസ്ഥമല്ല. അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. അവന്റെ ഇപ്പോഴത്തെ വിഷമതകൾക്ക് പരിഹാരമായിട്ട് വിവാഹം ഉടനെ വേണമെന്ന് പറയുന്നു. അവൻ താലി കെട്ടിയ പെണ്ണ് തന്നെ പൂജ ചെയ്യണമെന്ന ജ്യോതിഷവിധി. കാഞ്ചനയോടത് പറയണം. കാഞ്ചനയ്ക്കത് തള്ളിക്കളയാൻ പറ്റൂ? പണ്ടും കാഞ്ചനയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം കുറവാ. ശ്രീദേവിയായി ഇങ്ങനൊരു ആവശ്യമായി വന്നതെന്നറിഞ്ഞാൽ കാഞ്ചന ഉത്സാഹം കാണിക്കില്ല. നമ്മുടെ ആഗ്രഹമായി അവളോട് നിങ്ങൾ പറയണം. ആദ്യം പ്രഭയോട് സംസാരിക്കട്ടെ. പെട്ടെന്നുള്ള വിവാഹത്തിന് അവർ എതിർപ്പ് പറയില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ എനിക്കതിനുള്ള അധികാരം ഇല്ലാതെ പോയി. അതെന്റെ ഭാഗ്യക്കേടല്ല. എന്നോട് ക്ഷമിക്കണേ. ഇങ്ങനൊരവസ്ഥയിൽ കണ്ടിട്ട് പോകാൻ എനിക്ക് കഴിയാതെ വന്നു. അതെന്റെ സ്വാർത്ഥതയായി കാണരുത്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് എന്റെ ആത്മാവ് കൊണ്ടാ. അങ്ങയിൽ നിന്നും ഒന്നും മോഹിച്ചോ ആഗ്രഹിച്ചോ അല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങും എന്റെ ചേച്ചിയും ഒന്നിച്ചുള്ള
നല്ലൊരു ജീവിതം. അങ്ങേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ ചേച്ചിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. എന്റെ സുഖവും സന്തോഷവും അതിനു വേണ്ടിയാ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ ദൈവത്തിന് മാത്രം അറിയാം. അത് ഞാൻ അനുസരിക്കുന്നു. ലക്ഷ്മി, നീ എങ്ങനെ എന്റെ വീട്ടിൽ വന്നു? ലക്ഷ്മി, ലക്ഷ്മി, ഞാൻ ഇങ്ങനൊരു മഹാഭാപിയായി പോയില്ല ദൈവമേ. ആര് കാണരുതെന്ന് ആഗ്രഹിച്ചോ ആ ആളിന്റെ മുന്നിലേക്ക് തന്നെ ഞാൻ ചെന്ന് പെട്ടല്ലോ. അദ്ദേഹത്തിന്റെ കണ്ണിപ്പെടാതെ ഇത്രയും ദിവസം ഇവിടെ കഴിച്ചു കൂട്ടിയതൊക്കെ വെറുതെയായി പോയി. നീ ഉണർന്നോ? എന്തൊരു ഉറക്കായിരുന്നു സഞ്ജു. എടാ അവള് ലക്ഷ്മി, എടാ അവൾ ഇവിടെ ഉണ്ട് ഈ വീട്ടില്. ലക്ഷ്മിയോ? ഏത് ലക്ഷ്മി? എടാ നീ മറന്നോ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ഓ, നിന്റെ കല്യാണ നാടകത്തിലെ കുട്ടി. നീ എന്താ പറഞ്ഞത്? അവള് മംഗലശ്ശേരിയിലുണ്ടെന്നോ? നിനക്കിത് എന്തു പറ്റിയടാ? സ്വബോധം പോയോ? എടാ നീ എന്നൊന്ന് വിശ്വസിക്കേ. എനിക്കിത് നിന്നോട് മാത്രമേ പറയാൻ കഴിയൂ. എടാ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ അവൾ എന്റെ മുന്നിൽ വന്നു. എന്നിട്ട് അവള് എന്റെ നെറ്റിൽ പ്രസാദം തൊട്ടു. ഉടനെ ഞാൻ അവളുടെ കൈകറി പിടിച്ചു. കേക്കട്ടെ കേക്കട്ടെ. എന്റെ പിടി പിടിച്ചിട്ട് ലക്ഷ്മി ഓടിപ്പോയി. എന്നിട്ട് നീ അത് നോക്കിയിരുന്നു. എഴുന്നേറ്റ് പിന്നാലെ ചെല്ലായിരുന്ന എന്താ? അതല്ലേ ചെയ്യേണ്ടത്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സംഭവിച്ച എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തലവേദന കടുത്തപ്പോ സച്ചിൻ നിനക്ക് മരുന്ന് തന്ന ഓർമ്മയുണ്ടോ? അത് കഴിച്ച ശേഷം നീ ഇപ്പോഴാണ് ഉണരുന്നത്. സച്ചിൻ ഇവിടെ ഇരുത്തിട്ടാ പോയത്. ഇതിനിടയിൽ ഒരു ലക്ഷ്മിയും ഈ മുറി വന്നിട്ടില്ല. എടാ സഞ്ജു, കവിതപ്പച്ചി നിന്നെ കാണാൻ വന്നിട്ട് പോലും ഞാനകത്ത് കയറ്റിയില്ല. പിന്നെയാ എവിടെയോ ജീവിക്കുന്ന ലക്ഷ്മി. ഉറക്കത്തിനിടയിൽ നീ കണ്ട സ്വപ്നം അത്. ഉണർന്നിട്ട് നിന്നെ വിട്ടത് പോയിട്ടില്ല.
അല്ലെങ്കിൽ തന്നെ ആ കുട്ടി എന്തു പറഞ്ഞ് വീട്ടിൽ പ്രവേശിക്കും? വരുന്നവരെ നിന്റെ അടുത്തേക്ക് ഇവിടെ ആരെങ്കിലും അയക്കോ? അവൾ ആരാണെന്ന് പറഞ്ഞ ഇവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവില്ലടാ. എടാ, ഇതൊരു സ്വപ്നമാണെന്ന് ഞാൻ എങ്ങനെ കരുതൂടാ? എടാ, അവൾ എന്റെ നെറ്റിൽ പ്രസാദം തൊട്ടതാ. കണ്ടോ, ഇത് അവൾ എന്റെ നെറ്റിൽ തൊട്ടതാ. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഇതിനൊക്കെ ഞാൻ എന്തു മറുപടി പറയാനാ? ഞാൻ ഇവിടെ ഇരുന്നപ്പോ നിന്റെ അമ്മ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം നിന്റെ നെറ്റി തൊട്ടതാ. ശ്രീദേവിയമ്മ തൊട്ട പ്രസാദാടാ ഇത്. എടാ, നീ എന്നൊന്ന് വിശ്വസിക്ക്. മരുന്നിന്റെ കടുത്ത മയക്കത്തിൽ നിന്റെ ഉപബോധ മനസ്സിന്റെ തോന്നലാ നീ കണ്ടതൊക്കെ. ചന്ദ്രൻപിള്ളയാണ് ഈ ഒരു ആവശ്യമായിട്ട് കുഞ്ഞുട്ടനെയും കൊണ്ട് നടക്കുന്നത്. അളിയൻ അയാളെ തല്ലിയതാണ് വൈരാഗ്യം കൂടിയത്. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നടന്നേനടാ. നല്ലൊരു എല്ലും കഷ്ണല്ലേ അയാൾക്ക് കുഞ്ഞുട്ടൻ കൊടുത്തത്. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. കേസൂടെ വന്നാൽ എന്ത് ചെയ്യും? സ്വത്ത് ലച്ചുവിന്റെ പേരിലാണെന്ന് ഈ നാട്ടിൽ ഇനി അറിയാൻ ആരുമില്ല. എന്ത് ചെയ്താലും തിരിച്ചടിയാണല്ലോ എന്റെ ദൈവമേ. നമുക്ക് ഈ ജന്മം ഒരു രക്ഷപ്പെടലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ളൊരു ആശ്വാസം അളിയൻ ഇപ്പോഴും പ്രസിഡന്റായിട്ട് ഇരിക്കുന്നതാ. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ക്രൈംബ്രാഞ്ച് കേസെടുത്ത അളിയൻ രാജിവെക്കേണ്ടി വരും. അതുകൂടി ആയാ തകർച്ച പൂർണ്ണമായി. നമ്മുടെ മുന്നിൽ രക്ഷപ്പെടാൻ വഴി ഒന്നേ ഉള്ളൂ. ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. ലച്ചുവിന് നമ്മളിലുള്ള വിശ്വാസം പോയില്ലേ അമ്മേ? മുത്തശ്ശിയുടെ പൊലകുളിക്ക് പോലും അവള് വന്നില്ല. ഇനി അവളെ വീടിന്റെ പടി കയറുമെന്ന് ആരും കരുതണ്ട. എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേടാ. നമുക്ക് പഴയതുപോലെ അന്തസ്സായിട്ട് ജീവിച്ചേ പറ്റൂ. അതിന് ലച്ചു തച്ചിലേടത്ത ഭാഗ്യമായിട്ട് ഇവിടെ വേണം. അവള് വന്നാൽ മല പോലെ വന്നതൊക്കെ എലി പോലെ പോവും. ലച്ചുവിന്റെ കൂടെ ആ പയ്യൻ ഇല്ലെന്നതിന്റെ തെളിവാ അവളൊരു ചായക്കടയിലുണ്ടെന്നുള്ള വിവരം നിങ്ങൾക്ക് കിട്ടിയത്. വീടുകളിലും കടകളിലും പണിയെടുത്ത് ജീവിക്കുക അവള്. നരേന്ദ്ര, മുറ്റത്തെ മുല്ലയുടെ മണം അറിയാതെ പോയവരാ നമ്മള്. അവൾ എവിടെയുണ്ടോ അവിടെ ഭാഗ്യം ഉണ്ടാവുമെന്നാ ശാസ്ത്രികൾ പറഞ്ഞത്. നമ്മൾ അനുഭവിക്കേണ്ട ഭാഗ്യവാ ഇന്ന് മറ്റു പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ലച്ചു തച്ചിലെടുത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതെപ്പോ നടക്കൂന്ന് മാത്രം എനിക്കറിയില്ല. പ്രതീക്ഷ വെച്ചോണ്ടിരുന്നാ പോരാ, പ്രയത്നിക്കണം. ആരോരും ഇല്ലാതെ കഴിയുന്ന പെണ്ണ. അവളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ഒരു വഴി നോക്ക്. എല്ലാം അവസാനിപ്പിച്ചെന്നാണോ ഒപ്പച്ചി കരുതിയേ? ഒന്നും അവസാനിച്ചിട്ടില്ല. അവസാനിപ്പിച്ച പിന്നെ നരേന്ദ്രനുമില്ല. ചേച്ചിയാ വിളിക്കുന്നത്. സഞ്ജുവിനെ ശ്രീദേവിയമ്മ അങ്ങനെയാണോ കരുതുന്നത്? അവൻ നല്ലവനാ. ആരെയും നുള്ളി നോവിക്കാനുള്ള മനസ്സുപോലും സഞ്ജുവിനില്ല. ഒരു പെണ്ണിന് മോഹം കൊടുത്ത് വിശ്വസിപ്പിച്ച് വിവാഹം കഴിച്ച് ഉപേക്ഷിച്ചെന്ന് അവനെപ്പറ്റി ആര് പറഞ്ഞാലും ശ്രീദേവിയമ്മ പറയരുത്. രക്ഷിക്കാനേ അവനറിയൂ, ശിക്ഷിക്കാൻ അവനാവില്ല. സഞ്ജു പഠിക്കാൻ ബാംഗ്ലൂർ പോയപ്പോഴാ നമ്മളുമായി കുറച്ചു കാലം അകന്നു നിന്നത്. അവിടെ വെച്ചാ സ്വാതിയുമായി സ്നേഹത്തിലാവുന്നത്. 2 വർഷമായിട്ട് അവർ തമ്മിൽ സ്നേഹത്തിലാ. പിന്നെങ്ങനെയാ 2 മാസം മുമ്പ് അവനൊരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നത്? ശാസ്ത്രികൾക്ക് തെറ്റുപറ്റിയതാ. അദ്ദേഹം ദൈവമൊന്നുമല്ലല്ലോ. ജാതകപ്രകാരം വിവാഹം നടക്കേണ്ട സമയം കണ്ട് കല്യാണം കഴിഞ്ഞ 60 ദിവസമായെന്നും ഭാര്യ പൂജ ചെയ്യണമെന്നും ശാസ്ത്രികൾ പറഞ്ഞു. അതിൽ കവിഞ്ഞ ഒന്നുമില്ല. ജാതകപ്രകാരം അവന്റെ വിവാഹം നടക്കാത്തതില് അവനാണ് തെറ്റുകാരൻ. ശ്രീദേവിയമ്മ വെറുതെ അനാവശ്യ ചിന്തകൾ മനസ്സിലിട്ട് വേദനിക്കരുത്. സഞ്ജുവിന് ഒരു ദോഷവും വരൂല. എന്താ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ വരാൻ?
അമ്മ കാണിച്ച ഉത്കണ്ഠയൊക്കെ ഞാൻ അവഗണിച്ചു കളഞ്ഞതാണ്. എല്ലാ അമ്മമാർക്കും ഉള്ളതല്ലേ അതൊക്കെ. പക്ഷേ തുടരെ തുടരെയുള്ള ചില സംഭവങ്ങൾ കാണുമ്പോ എന്നെ ലക്ഷ്യം വെച്ചിട്ടല്ലേ എന്ന് തോന്നിപ്പോവാടാ. ഒന്ന് ഉറങ്ങിയണീറ്റപ്പോ ഉണ്ടായ സംശയമാണോ? തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് ഉറക്കത്തിലും ആവാം. മുമ്പ് സൈറ്റിൽ വെച്ചുണ്ടായ അപകടം ആരോ ക്രിയേറ്റ് ചെയ്തതാണ്. മുകളിൽ നിന്ന് ആരോ തള്ളിവിട്ടതുപോലെയാ എന്റെ നേരെ അത് വന്നത്. കൈക്ക് മുറിവേറ്റതുകൊണ്ട് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. ആരെങ്കിലും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ പറയണം. അത്തരം ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തടഞ്ഞേ തീരും. ഞാൻ ആരെ സംശയിക്കാനാടാ? മുന്നിൽ ഒരു മുഖവും തെളിയുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എന്റെ അമ്മയുടെ ഭയം ശരിയാണെന്ന്. നീ ഇത് എന്നോട് പറഞ്ഞത് നന്നായി. ഞാനില്ലേ നിന്റെ കൂടെ. നിന്റെ ജീവന് ഒരു പോറൽ പോലും വരാതെ ഞാൻ നോക്കിക്കോളാം. മുംബൈയിലെ ബിസിനസ് ലോകത്തിൽ നല്ലടാ ഞാൻ വരുന്നത്. ഇതിനേക്കാൾ വലിയ പല കളികളും കൊണ്ടും കൊടുത്തും വളർന്നവനായി ഈ സച്ചി. പിന്നെയാ ഈ കൊച്ചു ലോകം. നിനക്കെതിരെ ഉയരുന്ന കൈ ആരോടേതാണെങ്കിലും വെച്ചേക്കില്ല ഞാൻ. ഹലോ ഗൗതം, സഞ്ജുവിനെതിരെ ഒരു നീക്കം ഇപ്പൊ വേണ്ട. നീ എന്താ ധൃതി പിടിച്ച് സംസാരിക്കുന്നേ? ഗൗതത്തെ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാ. ആ ഗോവക്കാരനുമായി ഗൗതം ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് എത്ര കാലത്തേക്കാ നീട്ടിക്കൊണ്ടു പോകുന്നത്? ഒളിച്ചുകളെ എനിക്ക് മടുത്തു. നിന്റെ ഭർത്താവല്ലേ ഞാൻ. എനിക്കൊരു വിലയില്ലേ. എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാ അതിന് നീ എന്നെ സമ്മതിക്കുന്നുമില്ല. ഇപ്പൊ ഒന്നും വേണ്ട ഗൗതം. അവനെ ആരോ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി സഞ്ജു മനസ്സിലാക്കി കഴിഞ്ഞു. അവൻ സച്ചിയോട് പറയുന്ന ഞാൻ കേട്ടതാ. ഗൗതമിന്റെ ശ്രമം പിഴച്ചതാ പ്രശ്നമായത്. സച്ചി അവന്റെ കൂടെ ഉള്ളിടത്തോളം കാലം കാര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല. സഞ്ജുവിന്റെ സംരക്ഷണം സച്ചി ഏറ്റെടുത്ത് കഴിഞ്ഞു. സച്ചി എളുപ്പമൊന്നും തിരിച്ചു പോവില്ല, അങ്ങനെ നീ കരുതണ്ട. അവനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. വീട്ടുകാരുമായി ഉണ്ടായ എന്തോ ഇഷ്യൂവിന്റെ പേരിലാ അവൻ സഞ്ജുവിന്റെ കൂടെ ഇവിടെ വന്ന് നിൽക്കുന്നത്. സഞ്ജു ഇപ്പൊ തനിച്ചല്ല. സച്ചി ആള് നിസ്സാരക്കാരൻ. വല്യേച്ചി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അവന് സഞ്ജുവിന്റെയും അവൾക്ക് ശ്രീകുട്ടിയുടെയും പിന്തുണയുണ്ട്. അവന്റെ റൂമിൽ അവൾ കയറുന്നത് കണ്ടാൽ വാതിലടച്ച് ലോക്ക് ചെയ്യണം. പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. എല്ലാവരും കഴിച്ചു. ഇനി സഞ്ജു മാത്രമേ ഉള്ളൂ. എനിക്ക് വിശപ്പുണ്ടായിട്ടൊന്നുമല്ല. റൂമിലിരിക്കാൻ നീ സമ്മതിക്കണ്ടേ? നേരത്തിന് എന്തെങ്കിലും കഴിക്കണം. വീട്ടിലുള്ളപ്പോഴെങ്കിലും സഞ്ജുവിന് അതായിക്കൂടെ? മതി. ഇനി നിന്റെ ഉപദേശം കൂടിയേ ഉള്ളൂ. ഞാൻ എപ്പോഴാണ് നിന്നെ ഉപദേശിച്ചിട്ടുള്ളത്? സത്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് ഉപദേശമല്ല. എല്ലാ സത്യം നീ എന്നോട് പറയാറുണ്ടോ? എനിക്ക് ദോഷം വരുമെന്ന് തോന്നുന്ന സത്യം നീ നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെക്കത്തേ ഉള്ളൂ. അതിന് ഉദാഹരണം ഞാൻ പറയണോ? അവൻ പറയുന്നത് മറ്റൊരു സത്യം. 26 വർഷം എന്റെ അമ്മ ഞാനില്ലാത്ത നേരം ഈ വീട്ടിൽ അനുഭവിച്ച അവഗണന മനസ്സിൽ വെച്ചവനാ നീ. ബാക്കി പറയാൻ ഇനിയും സത്യങ്ങൾ എന്തേലും ഉണ്ടോടാ നിന്റെ മനസ്സിൽ? എന്നെ ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ലടാ മോനെ രാജു. എന്റെ നന്മയെ കരുതി നീ ചെയ്യുന്നതൊക്കെ എനിക്ക് ദോഷമായിട്ടാ വരാറ്. അയ്യോ, ഞാൻ പറഞ്ഞു പോയത് തിരിച്ചെടുത്തു. പോരെ രാജു, രാജുവേ ചെല്. മുത്തശ്ശൻ വിളിക്കുന്നു. കഴിക്കി.
നിന്നെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യ. അപ്പോഴേക്ക് നീങ്ങി വന്നു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല സഞ്ജു. നമ്മള് എന്തോ അപരാധം ചെയ്ത തോന്നലായിരുന്നു എനിക്ക്. വല്ലാത്തൊരു കുറ്റബോധം. നമ്മൾ എന്തെങ്കിലും കാരണത്തിന് അകന്നു പോകുന്ന എന്റെ ഇപ്പോഴത്തെ പേടി. നമ്മളെ അങ്ങനെ അകറ്റാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല സഞ്ജു. ലക്ഷ്മി പൂജയ്ക്കിടയിലുണ്ടായ അപശകുനങ്ങൾ നമ്മളായിട്ട് വരുത്തി വെച്ചല്ലേ. ഇനി നമ്മളെ തെറ്റിക്കാൻ എന്തെങ്കിലും വരാനുണ്ടെങ്കിലോ? എങ്കി നമുക്ക് വേഗം വിവാഹം കഴിച്ചാലോ? തമാശ പറയല്ലേ, ഞാൻ സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതും സീരിയസ് ആയിട്ടാ. ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. റിയലി? നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ഇനി അദ്ദേഹത്തിന്റെ പാദവന്ദനം നടത്തണം. അതിന് എന്ത് വഴിയാ ദേവി എന്റെ മുന്നിലുള്ളത്? പേടിക്കണ്ട, ഇത് ഞാനാ. എന്താ കറണ്ട് പോയത്? അറിയില്ല, ഇൻവെർട്ടറും വർക്കാവുന്നില്ല. അദ്ദേഹം എവിടെ? സഞ്ജു താഴേക്ക് പോയി. മെയിൻ സ്വിച്ചിലാവും കംപ്ലൈന്റ്. ഇവിടെ തപ്പിത്തടഞ്ഞു വീഴാതെ